അപാകത എന്ന് പറഞ്ഞാൽ ഈ പാലം ഇതിനെ തിരിച്ച് നേരെ ഈ ബോർഡ് വെക്കുന്ന ആ തൂണ്ട് അവിടെ കൊടുക്കാൻ പറഞ്ഞു. അവരത് ചെയ്തില്ല. അവർ പറഞ്ഞ് ഇങ്ങനെ നേരെ താഴെ വയലിലേക്കാണ് ഇത് കൊടുക്കാൻ പോണത്. അന്നിവിടെ പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? പറയാൻ വേറെ ആരും ഇല്ലാന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ കൊണ്ട് തട്ടുമടിച്ച് കമ്പിയും കെട്ടി, കമ്പിക്ക് കവറിങ് ഇല്ല. ഇവിടെ വന്ന വർക്ക് സൂപ്പറുണ്ട്. അതാണ് അമ്പലത്തിങ്കാലുള്ള ഒരു സ്ത്രീ, അവരായിരുന്നു അതിൻ്റെ വർക്ക് സൂപ്പറുണ്ട്. ഇവർ ഇവിടെ നിന്നുകൊണ്ട് പരാതി പറഞ്ഞു കൊടുക്കാൻ അവരെ ഭർത്താവിനെ വിളിച്ച് അവർ വന്ന് കൊടുക്കാൻ എന്നെ ഒരു ചൂടായിട്ട് പിന്നെ കമ്പി 2 ഇഞ്ച് വീതം കട്ട് ചെയ്തിട്ടാണ് കവറിങ് കൊടുത്തത്. ഈ പാലം ഉപയോഗത്തിനാണെന്ന് പറഞ്ഞതുകൊണ്ട്. കാട്ടാക്കട ചൂരക്കാട് റോഡ് പൂർത്തീകരിക്കാത്തതിൽ നാട്ടുകാർ വാഴ നട്ട് പ്രതിഷേധിച്ചു. കാട്ടാക്കട നെയ്യാറ്റിങ്കര റോഡിൽ നിന്നും ചൂരക്കാട്, കൂന്താണി എന്നീ സ്ഥലങ്ങളിൽ പോകുവാൻ വേണ്ടി ക്രമീകരിച്ച റോഡാണ് 4 വർഷമായി പൂർത്തീകരിക്കാതെ കിടക്കുന്നത്. വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2020-21 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി കനാലിന്റെ പാർശ്വഭിത്തി ഉൾപ്പെടെ പണികഴിപ്പിച്ച റോഡാണിത്. ആശുപത്രിയിൽ പോകുവാൻ ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഇതുവഴി വരാൻ പറ്റാത്ത സാഹചര്യമാണെന്നും എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. ഓട്ടോ വിളിക്കുകയാണെങ്കിൽ ഇതുവഴി പോയി കഴിഞ്ഞാൽ 60 രൂപയേ ഉള്ളൂ. നമ്മൾ കറങ്ങി പോകണമെങ്കിൽ 80 രൂപയാവും. ഇത് ഈ റോഡ് ശരിയായി കഴിഞ്ഞാൽ ഇതുവഴി കഴിഞ്ഞാൽ 60 രൂപ അവർ വാങ്ങിക്കുള്ളൂ. ഓട്ടോക്കാർ തന്നെ പറഞ്ഞാണ്. അതേ ഞാൻ പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ഇത്രയും ദൂരം മാത്രമേ ഉള്ളൂ. ഇത്രയും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ റോഡ് തിരുവനന്തപുരം റോഡിൽ നിന്നും 5 തെങ്ങ് മൂട്, അതായത് നെയ്യാറ്റിൻകര റോഡിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ്. പക്ഷേ ഈ ഷോർട്ട് കട്ടിൻ്റെ പണി തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് 2021 കാലഘട്ടത്തിലാണ് ഇത് പണി ചെയ്തത്. അത് ഏതാണ്ട് 100 മീറ്റർ മാത്രം, ഇവിടെ നിന്ന് 100 മീറ്റർ മാത്രം ആ ഭാഗത്ത് ഒന്നും ചെയ്തിട്ടില്ല. വർഷങ്ങളായി നമ്മൾ പല നാട്ടുകാരെന്നുള്ള നിലയിൽ ഇത് ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികൃതരോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരൊന്നും ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് ഇത്രയും ഷോർട്ട് കട്ടാണ്, ഇത്രയും ബാക്കി റൂട്ട് അത്രയും ഇത് ടാർ ചെയ്തിട്ടും ഇത്രയും മാത്രം ടാർ ചെയ്യാത്തതുകൊണ്ട് ഒരു വാഹനം പോലും, ഒരു കാറ് പോകുന്നതിനോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പോകുന്നതിനോ അത്യാവശ്യം ആൾക്കാർക്ക് എന്തെങ്കിലും ആശുപത്രി കാര്യങ്ങൾക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം പോലും ഇല്ലാതായിരിക്കും. വെറും 100 മീറ്ററിന് മാത്രമേ ഉള്ളൂ ഇത്രയും ടാർ ചെയ്യാത്ത. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊക്കെ വാഹനം അങ്ങോട്ട് കയറി പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇത്രയും മാത്രം, ഈ 100 മീറ്റർ മാത്രമേ ഉള്ളൂ. അത് ജനോപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇത്രയും ചെയ്തതിന് ശേഷം അത് ചെയ്യാതെ വരുന്നത്, ഇത്രയും പരാതിപ്പെട്ടിട്ടും അത് ചെയ്യാതെ വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇത് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കണമെന്നാണ് നമ്മൾ ഈ സമയത്ത് ആവശ്യപ്പെടുന്നത്.